ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയൊക്കെ പറ്റി അദ്ദേഹം ഒന്ന് പറയും. പറഞ്ഞോട് എന്റെ അറിവ് ആരെ പറഞ്ഞു കൊടുക്കണം. ശരി, ഇരുന്ന് അവിടെ ഇരുന്ന് പറഞ്ഞോട്. ശരിയാണ്, അവിടെ ഇരിക്കുകയും പറ്റൂല. അതൊക്കെ നിനക്ക് അറിയാനുള്ളത് പറഞ്ഞാൽ ഇനി ഇവരൊക്കെ പഠിച്ചു പറഞ്ഞവരിത് പ്രയോഗിക്കണ്ടേ? പറഞ്ഞോളൂ. അങ്ങയുടെ അറിവ് എന്താണ് അത് പറഞ്ഞാൽ മതി. ഓ ശരി. അപ്പൊ അവർക്ക് ഇത് കേൾക്കാനും ഒരു സന്തോഷമായിരിക്കും. അവരുടെ സംസാരം നിൽക്കും. ഇത് പറഞ്ഞോളൂ. അറിവുള്ള പിള്ളേരാണ് അവര്. അവരുടെ അറിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. വേണ്ടേ? പറഞ്ഞോ. നമ്മളിത് രാവിലെ നടത്തി ചടങ്ങുകളെയൊക്കെ പറ്റി വേണ്ടേ? അറിയില്ലേ? അവരെ ആകാംക്ഷ വരുന്നതിലായിരിക്കുമ്പോൾ നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. രണ്ടു കൂട്ടർക്കും നല്ലതാണ്. പിന്നെ അദ്ദേഹം അല്ല വിഷയം ഇപ്പൊ എന്റെ മോനായാലും ഇപ്പൊ അവൻ ഭയങ്കര സവാഹം പോണ്. നമ്മൾ പൂജിക്കണം, ഇടമ്പി കമത്തി വെക്കാതെ മൂത്ത് വെക്കണം. മൂത്ത് വെക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ലോകത്ത് 4 സാധനങ്ങൾ തലയെ വെച്ചുകൂടാറുണ്ട്. അത്രത്തോളം മഹത്വം ഉണ്ടാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ശങ്കരാണ്. 2 ബ്രാഹ്മണർ തലയിരിക്കാൻ പാടില്ല. ബ്രാഹ്മണരുടെ ചന്തി എന്നുള്ളത് അഗ്നിയാണെന്നാണ് പറയുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടില്ലേ? പിന്നെ ഭാഗവതം ഇതൊരിക്കലും തല വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകളുടെ മാറ, അത് സ്ത്രീകളുടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാറില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഇപ്പോഴും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എങ്ങനെയാണ് പാലുണ്ടാകുന്നത് എന്നുള്ളത്. കാരണം അത്രത്തോളം പവിത്രമായ സാധനമാണ്. ഒരു കുഞ്ഞിന് ജനിക്കാൻ, ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ സാധനമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒരിക്കലും എവിടെ നടാൻ പാടില്ല. അതുകൊണ്ടാണ് പെൺകുട്ടികളെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്ക് ബലികർമാദികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ ബ്രാഹ്മണർ എവിടെ ചെന്നാലും എങ്ങനെ ഇരിക്കുകയുള്ളൂ? ഒരു പായോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണമെങ്കിലും എടുത്തിട്ട് അവരെന്ത് ചെയ്യുള്ളൂ? എല്ലെങ്കിലും കീറിയിട്ടേ ഇരിക്കുകയുള്ളൂ. തറയിൽ ഇരിക്കാൻ പാടില്ല. ശംഖ്, അതുപോലെ ഭാഗവതം, ഈ 4 സാധനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തറയിൽ വെക്കാം. മണിയുടെ നാളമൊക്കെ തൊടാം. ഈ 4 സാധനങ്ങൾ ഒരിക്കലും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബലിയിടാൻ അധികാരമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യും? സാഷ്ടാംഗം നമസ്കരിച്ചാൽ മാത്രമേ ബലികർമാദികൾ പൂർത്തിയാവുള്ളൂ. അതിനാണ് ഇപ്പം പെൺകുട്ടികൾ മാത്രമുള്ള ആരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്? പെൺകുട്ടികളുടെ ആൺകുട്ടിയെ കൊണ്ട്. ഇപ്പൊ പേപ്പറിലെ കണ്ടില്ലേ പെൺകുട്ടികളാണ് ബലിയിടുന്നത്? അത് തെറ്റാണ്. പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികളെ കൊണ്ട് വേണം അവരെന്ത് ചെയ്യേണ്ടത്? ബലിയിടാൻ. ഇത് നമ്മൾ പറഞ്ഞ വനിതാ കമ്മീഷൻ കേസ് എടുക്കും. അങ്ങനെയാണ് സ്ത്രീകൾ പറയും നമ്മളെതിരായി സംസാരിച്ചു എന്ന് പറയും. നിയമം ഇതാണ് ശരിക്കും. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഈ മനുഷ്യൻ ഇത് ഭഗവാനാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അല്ലേ? ഭഗവാന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആന എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഭംഗിയുണ്ട്, ഒരു പട്ടി അതിൻ്റെതായ ഭംഗിയുണ്ട്, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്, ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു ആട്. ഓരോ ജീവൻ, ഇപ്പം ചക്കയായാലും മാങ്ങയായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സൃഷ്ടിക്ക്. ഇതൊന്നും നമ്മളല്ല. ഇതൊക്കെ പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള ഇതാണ്. സൃഷ്ടികർത്താവ് എന്ന ബ്രഹ്മാവും, സ്ഥിതികാരകൻ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവും, സംഹാര ആളെന്ന് പറയുന്ന ആരാണ്? ശിവനും എന്നാണ്. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിൽ പരാശക്തി എന്ന മാതാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കുന്നത്. അല്ലേ? ആർക്കും അമ്മ എന്ന് എല്ലാവരെയും വിളിക്കാം. ഇല്ലേ? മാതാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രകൃതി നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതാണ് നമ്മുടെ മാതാവെന്നാണ്. പ്രകൃതിയിൽ നിന്ന്. അതാണ് ഭൂമി ദേവി എന്ന് പറയുന്ന ഭൂമാതാവ് എന്നാണ് പറയുന്നത്. കാമധേനുവിനെ അങ്ങനെ പറയുന്നു. പശുവിനെ മാതാവ്, ഗോമാതാവ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു? ആദായം എടുക്കുകയാണ്. ഇല്ലേ? പശുവിൻ്റെ ഗോമൂത്രം, ചാണകം. ഇന്ന് ചാണകം ഇല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചാണകത്തിൻ്റെ ശുദ്ധി അത്രയ്ക്കുണ്ട്. അതുപോലെ ഗോമൂത്രം. പിന്നെ പണ്ട് ചാണകത്തറയിലല്ലാതെ നമ്മുടെ വീടുകളൊന്നും ഇല്ല. ഉണ്ടോ? പഴയ ഏത് തറവാടെടുത്ത് നോക്കിയാലും എങ്ങനത്തെയാണ്? അന്ന് സിമെന്റ് ഒന്നും ഇല്ല, ഇതുപോലെ മാർബിൾ, ഗ്രാനൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ അന്നുള്ള ആൾക്കാർ 100-120 വയസ്സായി ജീവിച്ചിരുന്നു. എന്തുകൊണ്ട്? നല്ല ഓലപ്പായലും മെത്തേലൊന്നുമില്ല, നല്ല ഓലപ്പായൽ ചാണകം വിരിച്ച ചാണകം മെഴുകിയ സ്ഥലത്താണ് കിടന്നത്. അന്ന് എറുമ്പിൻ്റെ ശല്യം ഇല്ല, പാറ്റയിലെ ശല്യം ഇല്ല. ഇന്ന് ഹിറ്റടിച്ചാൽ അപ്പോഴും ശ്വാസം മുട്ടലാണ്. ഇല്ലേ? അപ്പോൾ ആ പഴയതിലേക്ക്. പിന്നെ ഇപ്പം പല ആൾക്കാരും പഴയതിലേക്ക് പോയി തുടങ്ങി. ഓടും തടിയൊക്കെ ആയ വീടുകളിലേക്ക്. അല്ലേ? ഇപ്പം ദൂരോട്ടൊക്കെ പോയപ്പോൾ ആൾക്കാർ വെക്കുന്ന നാലുകെട്ടൊക്കെ എങ്ങനെയാണ്? തടിയും ഓടും കൊണ്ടാണ്. അല്ല ഇപ്പം കോൺക്രീറ്റ് വീടുകൾ വളരെ എന്ത് ചെയ്തു? കുറച്ചു. അത് മാത്രമല്ല, ഓലക്കെട്ടത്തിൽ ചാടാൻ വഴിയ തറയിലൊന്നും ഈ ചൂട് സമയത്ത് ഫാന് പോലും വേണ്ടാന്നാണ്. ഞാൻ കിടന്നിട്ടില്ല. പറയുന്നത് എൻ്റെ അമ്മേലെ പടം വലിയൊരു ചാടാൻ വഴിയ തറയായിരുന്നു. ഇപ്പം നല്ല ഗ്രാനൈറ്റ് മാർബിളൊക്കെ ആക്കിയാൽ മതി. അത് വേറെ സത്യത. അപ്പം അതുകൊണ്ട് ഓരോന്നിനും. അത് മാത്രമല്ല, നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഈ 3 വാക്കുണ്ട്. ഗുരുത്വം എന്നുള്ള വാക്ക്. അതായത് മാതാവ്, അത് കഴിഞ്ഞാൽ പിതാവ്. മാതാവെന്ന് നമ്മളെ പ്രസവിച്ച അമ്മ, പിന്നെ നമ്മളെ സൃഷ്ടിച്ച പിതാവ്, ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ വഴികാട്ടിയ ആൾ ഗുരു. ഈ 3 പേരെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ആരുടെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ ഈ വ്യാപ്തിവാക്യം വരും. അല്ലെങ്കിൽ പിതാ മാതാ ഗുരു എന്ന് ആരും പറയാറില്ല. ഉണ്ടോ? മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ശാസ്ത്ര സംഹിതയിലുള്ള ഭയങ്കര ശക്തിയും ഭയങ്കര ഇതുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇന്നത്തെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഈ പറഞ്ഞ സുനാമി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമി ദേവിക്ക് തന്നെ ഭാരമാകുമ്പോൾ എന്ത് ചെയ്യും? ഇന്നാലെ തന്നെ കണ്ടില്ലേ പേപ്പറിൽ കണ്ണടച്ച് തുറക്കണതിന് മുമ്പാണ് പാലക്കാട് എന്തോ സ്ഥലത്തിന്റെ പേര് ഈ 100 പേര് വീടുകൾ ഒഴുകിപ്പോയത് വയനാട്ടില് രാവിലെ ചൂരൽമലയില്. പക്ഷെ അതേസമയം നമ്മളൊക്കെ ഏറ്റവും വലിയ പുണ്യം ചെയ്ത ആൾക്കാരാണ്. എന്താണ് കാരണം എന്നറിയാമോ? നമ്മൾ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്? പത്മനാഭന്റെ മണ്ണിന് മാത്രമല്ല, അതിനേക്കാൾ വലിയ ശക്തിയുണ്ട്. അത് അറിയാമോ? അഗസ്ത്യാരൂഢത്തിന്റെ താഴെ സപ്തർഷികളിൽ ഏറ്റവും പ്രധാനികനാണ് അഗസ്ത്യൻ. പൊക്കം കുറവാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അറിയാന്നുള്ളതുപോലെ ആയുർവേദം ആർക്കറിഞ്ഞൂടാ? മറ്റൊരു അഗസ്ത്യ രസായനം എന്നൊക്കെ പറഞ്ഞ എന്താണ് കേട്ടിട്ടില്ലേ? അഗസ്ത്യാരൂഢ. അത് മാത്രമല്ല, നമ്മൾ നേരെ കണ്ണുറന്ന് നോക്കണേ എവിടെ, ഏത് മലയിലാണ്? എവിടെയാണ് അഗസ്ത്യാരൂഢ വരുന്നത്? അല്ലേ? അപ്പൊ നമ്മുടെ ഭാഗമൊക്കെ വളരെ, കാരണം നമ്മുടെ ഈ ആയിട്ട് നമ്മുടെ ഈ ഭാഗത്ത്, അത് ഈ കണ്ണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇതുവരെ ഇങ്ങനെ ഭൂകമ്പമൊന്നും ഇല്ല. ഉണ്ടോ? കാരണം അഗസ്ത്യമുനി വസിക്കുന്നത് കൊണ്ടാണ് അഗസ്ത്യാരൂഢത്തിന് അത്രയും ശക്തി. കേൾക്കുന്നുണ്ട്? കാരണം അത്രത്തോളം. അപ്പം നമുക്ക് ഭഗവാൻ പ്രകൃതി രമണീയമായി കനിഞ്ഞരികെ അതിനെയൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഇതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണത. നമ്മൾ ആലോചിച്ചു നോക്കാം. ഈ അഗസ്ത്യാരൂഢത്തിന്റെ താഴ്വര, അഗസ്ത്യാരൂഢത്തിന് ഉത്ഭവിക്കുന്ന 4 നദികൾ ഏതൊക്കെയെന്ന് അറിയാമോ? കരമനയാറ്, അട്ടയാറ്, കോതയാറ്, നെയ്യാറ്. അതിൽ ഈ കോതയാറാണ് താമ്രവർണ്ണിയായിട്ട് അതുകൊണ്ട് കൂടെ പോണത്, തമിഴ്നാട്ടിൽ കൂടെ പോണം. ഇത് നമുക്ക് എത്ര പേർക്ക് അറിയായത്? എനിക്കും ഞാനും ഈയിടക്കാരും മനസ്സിലാക്കിയത് പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പരസ്പര അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാതെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാതെ ചിലപ്പോൾ എനിക്കറിയാൻ പറ്റും. ഈ പരസ്പരം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാണെങ്കിലും കാരണം പോലെ നിയമമില്ല പോയി. ഇദ്ദേഹം കാട്ടിൽ കൂടെ രാമനെ പോകും, ആരോ ഒറ്റ കൊടുത്തു. അങ്ങനെ പുള്ളി 14 ദിവസം മറ്റേ